ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. ചെവിയുടെ സൗണ്ട്. ഓക്കെ, ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയിലാണ്, അരുണിൻ്റെ വീട്ടിലാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു സാറ്റർഡേ ആണ്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു. ഞങ്ങൾ വീക്കെൻഡ്സ് ആണ് ഇവിടേക്ക് വരാറുള്ളതല്ലോ. ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടാതെ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് ആരാണ് എന്താണെന്നൊക്കെ വഴിയെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഇന്നത്തെ ദിവസത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റു. ജിങ്കു എഴുന്നേറ്റിട്ടില്ല, അരുൺ എഴുന്നേറ്റെന്ന് നോക്കിയില്ല ഞാൻ. പിന്നെന്താ വിശേഷം? ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. ഇത് റബേക്ക ഫ്രം ശ്രീലങ്ക. അത് ജിങ്കു ഫ്രം ജിങ്കു നല്ല ഉറക്കമാണ്. അപ്പോൾ ലൈറ്റ് വെക്കട്ടെ, വെട്ടില്ല. അപ്പോൾ റബേക്ക എൻ്റെ കൂടെ MA പഠിക്കുമ്പോൾ ക്ലാസ്സിലുണ്ടായതാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ ഫോറിൻ സ്റ്റുഡൻ്റാണ്, ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ റബേക്ക ഈ മാസം അവസാനം തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവൾ പറ്റുന്ന ആഴ്ചകളൊക്കെ എല്ലാ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെ പോയി സ്പെൻഡ് ചെയ്യും. കാരണം ഇനിയിപ്പോൾ ശ്രീലങ്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ആഴ്ച നമ്മളുടെ കൂടെയാണ് റബേക്ക. അപ്പോൾ ഇന്നലെ അവൾ എറണാകുളത്തെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് രാത്രി മൂവാറ്റുപുഴയ്ക്ക് വന്നു. ഇനിയിപ്പോൾ നാളെയാണ് ഞങ്ങൾ തിരിച്ച് എല്ലാവരും കൂടി പോവുള്ളൂ. അപ്പോൾ റബേക്കിനെ ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ റബേക്കയുടെ കൂടെ ഉള്ള കുറേ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട്. കാരണം അല്ല റബേക്ക, ഇതിപ്പോൾ ഇനി ഒരു മെമ്മറിയാണ് ഇതിന്. ഓക്കെ, അപ്പോൾ റബേക്ക പല്ലൊക്കെ തേച്ച്, ഞാൻ പല്ല് തേച്ചിട്ടില്ല. ഞാൻ പല്ലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എന്നിട്ട് നമ്മളുടെ വീടിൻ്റെ മുന്നിലുള്ള പാടത്തും ബാക്കിലുള്ള പാടത്തും തോട്ടിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകണം. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ബൈ. ജിങ്കു ജിങ്കു ജിങ്ക എടാ ജിങ്കു എൻ്റെ നല്ല ഉറക്ക. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയാണ്. ജിങ്കു എന്താ കഴിക്കണേ? കടല കല്ലിലല്ല, കടല. അപ്പം കടലേ. ഇതൊക്കെ പാടാ. അപ്പോൾ ഇവിടെ കൃഷി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുന്നത്. യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ, വിത്ത് ഞാൻ ഇടുന്നത്? അതവിടെയാ, ആ കണ്ടത്തിൽ. ചെരുപ്പെടുത്തിട്ട് ജിങ്കു ഇടാ. ചെപ്പി തിറ കള്ള, ചെപ്പി തിറ. ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് നെല്ലൊക്കെ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. വെള്ളത്തിലിറങ്ങണ്ട കേട്ടോ, കലക്കവെള്ളം തന്നെ. ബാങ്ങ് പോരെ, ബാ.
എന്താ ചാടാനൊരു ടെൻഡൻസി? ഏ അവിടത്തെ വെള്ളത്തിൽ പോവാം. അവിടെ അതൊരു ചെറിയ കുളം, പക്ഷെ അവിടെ അങ്ങനെ ആരും ഇറങ്ങാറില്ല. ഫോർ വിക്ടറി. ഇതാണ് ഞങ്ങളുടെ ഓലപ്പുര. പപ്പായ ഉണ്ടാക്കിയതാ. അത് ഞങ്ങളുടെ മീൻകുളം. മീൻ വലിയ കാര്യമായിട്ട് മീനില്ല ഇപ്പോൾ, മീൻ ഇട്ടിട്ടില്ല. ഇത് അല്ല, അത് നമ്മൾ വേറെ പണിക്കാരെ വെച്ചിട്ട് കുളം ഇങ്ങനെ കുത്തിച്ച് നെറ്റൊക്കെ ഇട്ടതാണ്. അത് കണ്ടത് അത് ആ ദൂരെ അത് ഫിഷ് ഫാമാണ്. 10-13 ഏക്കറോളം ഉണ്ട്, ഫുൾ കൃഷി. എന്നിട്ട് അവിടെ ഒരു വീട് പോലെ ഷീറ്റ് ഇട്ടിട്ട് അവിടെ ഒരു പണിക്കാരനെ നിർത്തിയിട്ടുണ്ട്, ഇതൊക്കെ നോക്കാനും ഫുഡൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. ജിങ്കു എടി പെണ്ണേ, തൂങ്ങി കിടക്കാണ് റബ്ബേക്കട കയ്യിൽ. ജിങ്കു ഇവിടെ 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 ഇവിടെ. ഏ ആ ഡ്രസ്സൊക്കെ നനഞ്ഞു ജീവൻ്റെ. എൻ്റെ നനഞ്ഞാറ്റി താഴെ. ഉച്ചക്കത്തേക്ക് വെള്ളരിക്ക മോര് കാച്ചിയതാണ്. വെള്ളരിക്ക വേവിച്ചു. പിന്നെ ഇന്നലത്തെ മീൻകറിയുണ്ട്. ഹലോ, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് ഇവിടെ അടുത്ത് അരീക്കൽ വാട്ടർഫോൾസ് ഉണ്ട്, ചെറിയ വെള്ളച്ചാട്ടം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പപ്പായി പറഞ്ഞു നമുക്കെന്നാൽ അവിടെ പോകാം. റബേക്കനെയും കൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ റെഡിയായി, അവരൊക്കെ റെഡിയായി മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ വേഗം ഇറങ്ങട്ടെ. ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ആകെ ഉറക്കപ്പിച്ചിൽ നിൽക്കുകയാണ്. ഹലോ പാവേനെ അവിടെ വയ്ക്കേ. അവിടെയാണോ ഇടണേ? അവളകത്തുകൊണ്ട് വയ്ക്കേ. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വരുമ്പോഴേക്കും. മടിയിലിരിക്കും.
അങ്ങനെ നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിലെത്തി. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ പിറവം പാമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. അപ്പോൾ കയറുന്നതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ഇഷ്ടം പോലെ ആൾക്കാർ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചാൽ ഇത്ര ആൾക്കാരുണ്ടാവും. കാരണം പപ്പായ പറഞ്ഞു ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാണാൻ പോവാം. ഓക്കെ പറഞ്ഞ് പോകുന്നു. പക്ഷേ ഇത്രയും ആൾക്കാരുണ്ടെന്ന് നമ്മളൊട്ടും പ്രതീക്ഷയില്ല. അതുമാത്രമല്ല, ഇവിടെ വെള്ളത്തിലിറങ്ങാൻ പറ്റുമെന്നും ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റുമെന്നും വെള്ളച്ചാട്ടത്തിൽ അതൊന്നും നമ്മൾ കരുതിയതേ ഇല്ല. കാരണം ഗൂഗിളിൽ കയറി ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയൊന്നും ചെയ്തില്ല. ഒരു പക്ഷേ സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആൾക്കാർ വെള്ളത്തിൽ കുളിക്കണയൊക്കെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നേനെ. പക്ഷേ നമ്മൾക്ക് ഇത് അറിയില്ലാത്തതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കരയിൽ നിന്ന് ഇവരിങ്ങനെ കുളിക്കണേയും കളിക്കണയൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ റബേക്ക പറയായിരുന്നു, അയ്യോ എനിക്ക് വെള്ളം കണ്ടിട്ട് ഇറങ്ങാതിരിക്കാൻ തോന്നണില്ല ശ്രീ, എനിക്ക് ഇറങ്ങണം എന്നിങ്ങനെ പറയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ ഡ്രസ്സില്ലല്ലോ. അപ്പോൾ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ റൂമൊക്കെ ഉണ്ട്. അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയണേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇറങ്ങാനും ഒക്കെ ആയിട്ട് കരുതിയ ഡ്രസ്സൊക്കെ കരുതിയിട്ടൊക്കെ വേണം കേട്ടോ അങ്ങോട്ട് വരാൻ. അപ്പോൾ അത്ര അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയി. നമുക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉള്ളതിലേറ്റവും വലുത് നോക്കിയപ്പോൾ ഞങ്ങളെടുത്ത് മിടിക്കടി നീ. വെള്ളച്ചാട്ടം കണ്ടില്ലേ? ഞാൻ കണ്ടില്ല അല്ലേ? വെള്ളച്ചാട്ടം കണ്ടില്ലേടാ? അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാൻറ്റി വന്നു. കുഞ്ഞാൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായുടെ അനിയത്തിയാണ്. അപ്പോൾ കുഞ്ഞാൻറ്റിയും കുഞ്ഞാൻറ്റിയുടെ 2 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു, ചായയൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തറവാട്ടിലേക്കാണ്. തറവാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായിയുടെ വീട്, പപ്പായി ജനിച്ച് വളർന്ന വീട്. അവിടെ പപ്പായുടെ ഏറ്റവും ഇളയ അനിയനുണ്ട്, വൈഫുണ്ട്, 2 മക്കളുണ്ട്, പിന്നെ അച്ഛമ്മയുണ്ട്, പപ്പായുടെ അമ്മയുണ്ട്. ഈ നേരെ കാണുന്നത് വേറൊരു അനിയൻ്റെ വീടാണ്. ഈ വീടിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ തറവാട് വീട്. അപ്പോൾ റബേക്കേനെ ഇവരെല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കണം, അച്ഛമ്മേനെയും പിന്നെ നമ്മുടെ വീടും ഒക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കുറേ നാളായി ഇവിടെ വന്നിട്ട്. അപ്പോൾ പിന്നെ എന്നാൽ റബേക്കേനെയും കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ തറവാട് വീട്ടിലെത്തി. എല്ലാവരും വ്ളോഗിലുണ്ടാവും കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. വരൂ റബേക്ക, ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്ക് സ്വാഗതം. ഹലോ. പോയേനെ. ഹായ്. പൂച്ച ചെല്ല്, അമ്മയടുത്ത് ചെല്ല്. ദേ ചെല്ല്, ദേ അമ്മ, ദേ ചെല്ലടാ. ദേ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് വന്നേ, ചെല്ല്. പൊടിച്ചിട്ട് തരാം എന്നാ. അതന്നെ അതന്നെ, അതിനെ അത് ഇഷ്ടപ്പെട്ടില്ല. ഇതിന് ഇവിടെ ഇട്ടാ ജിങ്കു എടുത്തില്ല. നീ ഒച്ചുണ്ടാക്കണ്ട, പൂച്ച ഉണ്ടാക്കിക്കോളൂ.
അങ്ങനെ കസിൻസായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ എരപ്പിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാടിൻ്റെ താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ അവിടേക്ക് പോകാനാണ് ഇറങ്ങിയത്, ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ആരോ പറഞ്ഞു അവിടെ വേസ്റ്റ്, അതായത് പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഒരു തോടാട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. നമ്മളെല്ലാം ഇറങ്ങിയത്, മെയിനായിട്ട് ജിങ്കു ഇറങ്ങി, പിന്നെ റബേക്ക ഇറങ്ങി. ജിങ്കുവിനെ പിന്നെ ഒരു കണക്കിനാണ് പിടിച്ച് കരയിൽ കയറ്റിയത്. അങ്ങനെ നമ്മൾ തറവാട്ടിൽ നിന്ന് വീട്ടിൽ എത്തി. ഞങ്ങളങ്ങനെ തറവാട്ടിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയത്തേക്ക് കഴിക്കാൻ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ പോയി കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് റബേക്കനെ പറ്റുന്ന പോലെ നമ്മൾ എല്ലായിടത്തൊക്കെ കൊണ്ടുപോയി. റബേക്ക എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായോ? ജിങ്കു ജിങ്കു വെള്ളച്ചാട്ടം കണ്ടില്ലേ ഇന്ന്? ഇഷ്ടപ്പെട്ടു. ബായ് പറയാൻ സമയമായില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നാളെ കുറച്ച് സ്ഥലത്തൊക്കെ റബേക്കനെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഈവനിങ് റബേക്കനെ തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ടാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.